അപ്പോൾ ലൂമിനസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തലയിൽ നിന്ന് ഗുരുവായൂർ, പളനി, മധുര, രാമേശ്വരം, കന്യാകുമാരി, ട്രിവാൻഡ്രം 3-4 ദിവസത്തെ ട്രിപ്പുണ്ട്. അതുകൊണ്ട് ഞാനും എൽദോയാണ് ഇന്ന് വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ വഴിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. 2 സൈഡിലും ആമ്പലല്ലേ ഏട്ടാ, അപ്പുറം ഇപ്പുറം ഇതാണ് അകത്തോട്ട് പോയി. മറ്റേ നമ്മുടെ ചിങ്ങവനത്തിന് നമ്മൾ ഷോർട്ട് കട്ട് കയറി പോകുന്നില്ല പുതുപ്പള്ളിയിൽ നിന്ന്, ആ വഴി ഇഷ്ടം പോലെ ആമ്പലുണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം വണ്ടി കൊണ്ടിട്ട് നല്ലൊരു വീഡിയോയും ഫോട്ടോ എടുക്കണം അവിടെ. നല്ല രസമല്ലേ 2 സൈഡ് ഈ നെല്ല്. എത്ര ഏക്കറിലല്ലേ? നല്ല സ്റ്റൈലൊരു നെൽപ്പാടം കണ്ടു. അങ്ങനെ നമ്മളിപ്പം കല്ലറയൊക്കെ കഴിഞ്ഞ് നേരെ ഇടയാഴം വഴി തണ്ണീർമുക്കം വഴി വണ്ടി വഴിയാണ് കയറി പോകുന്നത്. 3 മണിക്ക് ചേർത്തലേ വണ്ടി കൊടുക്കണം. അപ്പോൾ ഇടയാഴം എത്തി. ഇനി നമ്മൾ തണ്ണീർമുക്കം വണ്ടി കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം വണ്ടിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷമല്ലേ ഇത്? തോട്ടിയുടെ കമ്പനിക്കാരാണ്ട് കാറേ വന്ന് വിളിച്ചിപ്പോൾ അങ്ങ് പോയതുള്ളൂ. ആ ഫ്രണ്ടിൽ പോകുന്ന കാറേ ഞങ്ങളുടെ തോട്ടിയുടെ ആരാധകന്മാരാണ്. അങ്ങനെ നമ്മൾ ചേർത്തലയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. ഇവിടുന്ന് എറണാകുളം റൂട്ടിനെങ്ങാണ്ട് പോകുമ്പോഴാണ് വണ്ടി കൊടുക്കേണ്ട സ്ഥലം. അവിടെ 3 മണിക്ക് കൊടുത്തായി. നമ്മൾക്ക് നേരത്തെ ഇറങ്ങിയത് ഇവിടെ KSRTC സ്റ്റാൻഡ് ചേർത്തല. ചേർത്തല കാർത്യാനി ക്ഷേത്രം. അപ്പോൾ നമ്മൾ വണ്ടി കൊടുക്കേണ്ട സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് തിരിച്ചപ്പുറേ കൊണ്ടിടണം. പോട്ടെ 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 കയറി പോട്ടെ 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 കയറി പോട്ടെ. ഇത് കടല കേട്ടോ കാണുന്നത്, കടലിൻ്റെ അടുത്താണ്. നല്ല സ്ഥലം കേട്ടോ ഇവിടെ. എല്ലാം കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മുടെ പാർട്ടിക്കാർ ഇതിനകത്ത് ലഗേജ് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 കഴിക്കാൻ വേണ്ടി വന്നൊരു ഷാപ്പിലാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ചോറൊന്നുമില്ല, ഇടിയപ്പവും ബീഫും പൊടിമീൻ വറുത്തവും പറഞ്ഞിട്ടുണ്ട്. സുന്ദരൻ ഇരിക്കുന്നുണ്ടോ? ഒന്ന് നോക്കി ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആൾക്കാരെയൊക്കെ കയറ്റി ട്രിപ്പ് എടുത്ത് നമ്മൾ ഗുരുവായൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പം തുറവൂര് കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ കൊച്ചി എത്തി. കൊച്ചി അങ്ങനെയായി ഇത് ഷിപ്പൊക്കെ കിടക്കുന്നുണ്ട്. കിടന്നുണ്ട്. എന്നാ വലിയ കപ്പലല്ലേ കിടക്കുന്നത്? അത് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. നേവിയുടെ വല്ല ആയിരിക്കും.
അത് പണിതുകൊണ്ടിരിക്കുന്ന പുതിയ കപ്പലാണ് കേട്ടോ. അതെ, പുതിയത് പണിതുകൊണ്ടിരിക്കുന്ന അത് കണ്ടാ. നമ്മുടെ ഫസ്റ്റ് അമ്പലമായ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി. ആൾക്കാരെല്ലാം ഇറങ്ങി ദർശനത്തിന് പോയേക്കാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ നേരെ ഗുരുവായൂർക്ക് കഴിഞ്ഞു. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ഗുരുവായൂർക്ക് പോവുകയാണ്. അങ്ങനെ ഗുരുവായൂരെത്തി. പാർക്കിങ്ങിന് വേണ്ടി കൊണ്ട് വണ്ടി ഇടണം. ഗുരുവായൂരേക്ക് ടൗണിലേക്ക് കയറി നമ്മൾ. ഇവിടെ നിന്നൊരു 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുക്കും. എന്നിട്ട് നേരെ ഡയറക്റ്റ് പളനിയാണ്. പളനിയിൽ സ്റ്റേ ആണ് നാളെ. ഇന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നില്ല വൈകിട്ടായപ്പോഴത്തേക്ക്. ഏത് ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞു. നമ്മളെ ആൾക്കാരെല്ലാം പോയിട്ട് വന്നിട്ട് വണ്ടി കയറുന്നുണ്ട്. ഇവിടെ നിന്ന് പളനി നേരെ എടുക്കാൻ പോവുക. അപ്പോൾ നമ്മൾ കുതിര ടണൽ കയറാൻ പോവുകയാണ്. നമ്മൾ നേരെ പളനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 30 കിലോമീറ്റർ 8 കിലോമീറ്റർ കാട്ടുള്ള ടണലാണ് വയനാട്ടിൽ വരാൻ പോകുന്നത്. അതെ. അപ്പം നമ്മൾ പൊള്ളാച്ചി അടുത്ത് ഗോപാലപുരം എത്തി. ഗോപാലപുരത്ത് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. 7 മണിക്ക് അവിടെ ചെന്നാൽ ഇപ്പം നമ്മളിവിടെ നേരത്തെ വിട്ട് പോകണം. പതുക്കെ പോയാലും അവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറി ചെല്ലും. അവിടെ ഞങ്ങൾ പതുക്കെ ഒന്ന് നിർത്തിയൊക്കെ ചവിട്ടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ചായ കുടിച്ച് പതുക്കെ ഇവിടെ നിന്ന് വിടും. 7 മണിക്ക് അവിടെ ചെല്ലാത്ത രീതിയിൽ. ഗോപാലപുരം RT ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർത്തിയേക്കുന്നത്. ഇപ്പോൾ പളനിമല അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ റൂമിൻ്റെ അവരെ വിളിച്ചു. അപ്പോൾ അവർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കിടക്കും. അവർ വിളിച്ച് അങ്ങോട്ട് പോകാൻ നടത്തും. അങ്ങനെ നമ്മൾ പളനിയുടെ പാർക്കിങ്ങിന് വേണ്ടി വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. റൂമിൻ്റെ ആൾ വരും ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഒരു വണ്ടിയിലുണ്ടായിരുന്ന കോർഡിനേറ്റർ ചേട്ടൻ റൂം നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം കാണിക്കാം. അപ്പോൾ നമ്മൾ പളനി റൂം എടുത്തെടുത്ത് വന്ന് വണ്ടി ഒതുക്കി വണ്ടി കിടക്കാമെന്ന് ഓർത്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണം കിടക്കാൻ പറ്റില്ല. ഭയങ്കര ചൂട്. അകത്ത് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. AC ഇടണമെന്ന് വെച്ചാൽ എത്ര നേരം ഇട്ട് കിടക്കാൻ പറ്റും. ഉറങ്ങിയിട്ടില്ല ശകലം പോലും. അപ്പോൾ നമ്മൾ പുറത്തൊന്ന് പോവുക. ഏതെങ്കിലും കുറഞ്ഞ റേറ്റിന് വല്ല റൂം കിട്ടുമെങ്കിൽ ഒരു റൂം എടുക്കണമെന്ന് ഓർത്ത്. ഞങ്ങൾ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടിക്കകമൊക്കെ ഇച്ചിരി പൊടിയുണ്ടാകുന്നതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. റൂമിൻ്റെ മേളിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതെല്ലാം കൊടൈക്കനാലിൻ്റെ മലനിരകളാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പളനിമല. ചില കാര്യങ്ങളെല്ലാവരും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു വിളി വന്നാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ എന്തോ എനിക്ക് ഇതുവരെ കയറാൻ പറ്റിയില്ല. ഞാൻ പണ്ടൊരു 6 വർഷം മുന്നേ വന്ന് കയറിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ പളനിമല കയറിയിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എണീറ്റത്. ഞാനും എല്ലാവരും കൂടെ എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോവുകയാണ്. ഇതാണ് പളനിമല. ഇത് ഈ മഞ്ഞ ലൈറ്റ് കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ട്രെയിൻ കയറി പോകുന്നത്, പള്ളിമലയിലേക്കുള്ള ട്രെയിൻ അങ്ങനെ ആയിരിക്കും പറയുന്നത്. അത് കയറി പോകുന്ന വഴിയാണ്. പിന്നെ ഇപ്പോഴാണ് അതിൻ്റെ നടപ്പാത വരുന്നത്. 1001 സ്റ്റെപ്പും കണ്ടാന്ന് തോന്നുന്നത് നടന്ന് കയറേണ്ടത്. പിന്നെ വേറെ റോപ്പ് വേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പകൽ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് റൂമിൽ വന്ന് കിടന്ന് റൂം നമുക്ക് നമ്മുടെ പാർട്ടിക്കാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നത്. 2 പേര് കൂടെ ഉണ്ട്, അവരാണ് എടുത്ത് തന്നേക്കുന്നത്. അപ്പോൾ അവരുടെ റൂമിലാണ് കിടക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ഈ ഹോട്ടലിലെ ഏറ്റവും ടോപ്പിലാണ് AC റൂമാണ് കിട്ടിയേക്കുന്നത്, അവരെടുത്ത് തന്നേക്കുന്നത്. ഇത് റൂമിലേക്കുള്ള വഴിയാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ബാക്കി നാളെ ഇനിയിപ്പോൾ രാവിലെ മധുരയാണ്. മധുരയിൽ നിന്ന് നേരെ രാമേശ്വരത്ത് സ്റ്റേ ആണ്. ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഒക്കെ ഉണ്ട്. ഈ സൈഡ് മലകൾ കുറവാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഹോട്ടലാണ് കേട്ടോ കാണുന്നത്. സ്റ്റാൻഡേർഡ് ആയക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ് കാണുന്നത്. PPS ഗ്രാൻഡ്. പളനി വരുന്നവർ ശ്രദ്ധിക്കുക. നമ്മളെടുത്ത റൂമിൻ്റെ ഹോട്ടലിൻ്റെ ഇതാ നെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നടക്കുവാണ്. തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ അങ്ങോട്ട്, റൂമിൻ്റെ അങ്ങോട്ട്. പളനിമല വീണ്ടും കണ്ടു. ഇപ്പം ഭയങ്കര തിരക്കാണ് ഇവിടെ. റൂമൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ റേറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല തിരക്കാട്ടോ ഇപ്പം. രാവിലെ നമ്മൾ കുറേ ചുറ്റി കറങ്ങി ഇതിലെല്ലാം ഉണ്ട്. ചെറിയ വണ്ടി ബസ് ഇറങ്ങി വരുന്നില്ല, അതാണ് പളനി ബസ് സ്റ്റാൻഡ്.